പറയുന്നു റാവി വേരങ്ങളോട്ടെ ഫളിലറി ഇബ്രാഹിം എന്നോരെ തോട്ടെ പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാലത്തിൽ ചൊല്ലാം ഇറയോൻ എന്നുള്ള വിചാരം കടന്നേ എല്ലാം മൊഴിത്ത് സുഹൃദായി നടന്നേ. അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പല പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് നേരിടുകയുണ്ടായി. മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം അത് പറഞ്ഞതാണ്. അങ്ങനെ ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തൻ്റെ രാജകൊട്ടാരമെല്ലാം വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത മാത്രമായി അദ്ദേഹം സുഹദിന് വേണ്ടി പ്രവേശിക്കുകയാണ്. എന്തായിരുന്നു അതിനുള്ള കാരണം ഇവിടെ കവി വിവരിക്കുന്നുണ്ട്. ആയതിൻ്റെ സബബും കേളേ അരസാണവർകളെ ഹംലായ നാളെ തായും തകപ്പനും ഹജ്ജിന് ചൊന്നേ താമസകാലത്താ വേറെ പിറന്നേ നായൻ തിരുബൈത്തിൽ എത്തിച്ച് മോനെ നൽ സ്വാലിഹീങ്ങളാൽ ആക്കാൻ ദുആനെ ന്യായമായി തേടിയ തേട്ടം കബൂലായി നാണിയപ്പെട്ടവർ കെത്തിയ പോലായി. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയാണ് ഇപ്പോൾ ഈ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ. ഇബ്രാഹിമിൻ്റെ വാപ്പാൻ്റെ പേരാണ് ലാസ്റ്റ് പറയുന്നത്. അതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ഹമിൻ്റെ മകനായ ഇബ്രാഹിം. ഈ അദ്ഹം റളിയല്ലാഹു തആല അൻഹു അഥവാ മുമ്പ് കോടാലിക്കാക്ക എന്ന് പറയുന്നൊരു കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം ഇനിയും വരും. ഏതായാലും ഈ കോടാലിക്കാക്കയാവുന്ന അദ്ഹം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന സഫിയത്തും കാട്ടിൽ കഴിഞ്ഞുകൂടിയ കഥ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രസകരമായ ചരിത്ര സംഭവം, ഈ രണ്ടാളുകളും മക്കയിലേക്ക് ചെന്ന് കഅബത്തിങ്കൽ ചെന്നുകൊണ്ടാണ് കുട്ടിക്ക് പേരിട്ടത്. അഥവാ കഅബത്തിൻ്റെ ഉടമസ്ഥനായ കഅബം പുതുക്കി പണിതായിരിക്കുന്ന മഹാനാണല്ലോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ കുട്ടിക്ക് പേരിടുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ തർക്കിച്ചപ്പോൾ നമുക്ക് കഅബം പണി ചെയ്ത അഥവാ കഅബം പണി തീർത്ത പുതുക്കി പണിത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിടുകയും അങ്ങനെ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ മകനെ ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുകയും ഉണ്ടായി. കണ്ടോ, അപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന മകന് കുറിക്കുകൊണ്ടു എന്ന് മാത്രമല്ല, അള്ളാഹു അത് സ്വീകരിച്ചതിൻ്റെ ഫലമായി അള്ളാഹുവിലേക്ക് പ്രപഞ്ചത്യാഗം നടത്താനുള്ളൊരു മനസ്സ് അള്ളാഹു അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് കവിവിടെ പറയുന്നത്. ന്യായമായി തേടിയ തേട്ടം കാബൂലായി നാണിയപ്പെട്ടവർ കെത്തിയ പോലായി. അങ്ങനെ 18 രാജ്യം അടക്കി ഭരിക്കുന്ന മഹാനായ ബൽഖ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം, 18 രാജ്യമെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ 14 ജില്ലകളല്ലേ, അതേപോലെ അങ്ങനത്തെ രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 18 രാജ്യങ്ങൾ ഭരിക്കുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അദ്ദേഹം തൻ്റെ എല്ലാം ഒഴിവാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ തൻ്റെ പ്രജകളെയും നാട്ടുകാരെയും എല്ലാവരെയും കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് ക്ഷണിച്ചു. നാളെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം വിട്ടേച്ചുകൊണ്ട്, കൊട്ടാരമെല്ലാം വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വസിയത്തുകൾ ചെയ്യാനുണ്ട്. മാത്രമല്ല നിങ്ങളോട് സലാം പറഞ്ഞെനിക്ക് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ കൊട്ടാരത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആളുകളൊക്കെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ജനനിബിഡമായിരിക്കുകയാണ്. ആ സമയത്ത് കുവലും നോറാവി കേൾപ്പിൻ്റെ ഓരേ ഉങ്കൾ ഖൈറിൽ തിരിഞ്ഞെന്ന മെയ് ശൈഖ് തങ്ങൾ
സ്വർണ്ണ തൂകിലാടാ മാറ്റിയെടുത്തേ ചുറ്റിക്കരിമ്പടം ഒന്നങ്കുടുത്തേ. അങ്ങനെ ആളുകളുടെ മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ പുറപ്പെടുക തൻ്റെ എല്ലാം വിട്ടച്ചുകൊണ്ട് ദുനിയാവിലെ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കി ഒരു കരിമ്പടം ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ പുറപ്പെടുകയാണ്. രംഗം മറ്റൊരു കവി വിവരിക്കുന്നുണ്ടത്, അത് ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാം. ബൽഖിലെ ചക്രവർത്തി ഇബ്നു അദ്ഹം റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പടം ധരിച്ചിടുന്നേ. ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹ് അല്ലാഹ് 18 രാജ്യം വിട്ടല്ലാഹ്. അല്ലല്ലാ ഇല്ലല്ലാഹു അല്ലാഹ് അല്ലാഹു യാ നബി യാ റസൂലല്ലാഹ്. ബൽഖിലെ ചക്രവർത്തി ഇബ്നു അദ്ഹം റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പടം ധരിച്ചിടുന്നേ. അങ്ങനെ യാത്രക്കൊരു കുതിരയും അതുപോലെ തന്നെ ഒരു വടിയും ഒരു കരിമ്പടവും ഇതെല്ലാം എടുത്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ തൻ്റെ ജനങ്ങളോട് യാത്ര പറയുകയാണ്. എല്ലാവരെയും പൊരുത്തപ്പെടിച്ച് ഇതുവരെ ബൽഖായിൽ സുഖിച്ചു കഴിഞ്ഞിരുന്ന ഈ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ അതാ അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്, സുഹദിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ ജനങ്ങളെല്ലാം മഹാനായ ഇബ്രാഹിം നബി തങ്ങളുടെ പോക്ക് കാണാൻ വേണ്ടി ബൽഖായിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ മഹാനവറുകൾ അതാ 2 കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. എന്തായിരുന്നു? ഔടുത്തു ഇരു കണ്ണീർ ഒലിപ്പിച്ച് കേണേ ഓതുന്നു മാലിക്കുൽ മുൽക്കായ കോനേ തടിഷ്ടമാലിംബരെ ഞാൻ കഴിത്ത് സകലവും ഇപ്പോൾ ദാ കയ്യൊഴിത്ത്. ഇതുവരെ എൻ്റെ ഇഷ്ടത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്, ഇനി നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. എങ്ങനെ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ കരഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ അതാ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ചെറിയൊരു കുട്ടിയെപ്പോലെ ആയിരിക്കുകയാണ്. അങ്ങനെ ദുആ ചെയ്യുന്നു. ഇടറാതെ നല്ല വഴി ചേരുവാനേ ഇറങ്ങുന്നിതാ കാത്തോ നീ തമ്പുരാനേ. തങ്ങളി പോലെ വളരെ കരഞ്ഞേ സത്താറവനിൽ വസനം പറഞ്ഞേ പൊങ്കും മഹാരാജധാനിയുമായേ പൂവി ഖുറാസാനും വിട്ടങ്ങ് പോയേ. അങ്ങനെ ജനകോടികളെ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി തങ്ങളതാ ഒരു കരിമ്പടം പുതച്ചുകൊണ്ട് എല്ലാ സുഖാഡംബരങ്ങളും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹദിൽ പ്രവേശിച്ചു. അങ്ങനെ അതാ ഇറങ്ങിപ്പോകുകയാണ്. രാജാവിൻ്റെ പോക്ക് കാണാൻ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഏതായാലും അവരെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി തങ്ങളതാ കയ്യിലൊരു വടിയും ഒരു കുതിരയും മാത്രമല്ല കരിമ്പടവും പുതച്ചുകൊണ്ട് അതാ യാത്ര തുടരുകയാണ്. യാത്ര തുടരട്ടെ. ഇബ്രാഹിം നബി തങ്ങൾ എവിടെയെത്തും, എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.